പറയാൻ വന്നിട്ടുള്ളത് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ആയത്തുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരങ്ങളിൽ ഇമാമുമാർ പാരായണം ചെയ്യുന്നതും എല്ലാവർക്കും പരിചിതവുമായിട്ടുള്ള സൂറത്തിലെ ഹഷറിലെ 18 to 24 ആയത്തുകളിലെ അർത്ഥങ്ങൾ, അതിൽ വരുന്ന അറിവുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മതയുള്ളവനാകുന്നു. അള്ളാഹുവെ മറന്നുകളഞ്ഞ ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുത് ഒരിക്കലും. തന്മൂലം അള്ളാഹു അവർക്ക് അവരെ പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കും. അക്കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗികൾ. നരകാവകാശികളും സ്വർഗാവകാശികളും സമമാകുകയില്ല. സ്വർഗാവകാശികൾ തന്നെയാകുന്നു വിജയം നേടിയവർ. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് വിനീതമാകുന്നതും അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നു, അവർ ചിന്തിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് ഹഷറിലെ ആയത്തുകളിൽ വിവരിക്കുന്നത്. ഇവിടെ അള്ളാഹു വിശ്വാസികളോട് കൽപ്പിക്കുന്നത് വിശ്വാസം അനിവാര്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും സൂക്ഷ്മത അഥവാ തഖ്വ മുറുകെ പിടിക്കണമെന്നത് വിശ്വാസത്തിൻ്റെ താൽപ്പര്യമാണ്. മതത്തിൻ്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധിക്കണമെന്നതും അവർക്ക് അനുകൂലമായതും പ്രതികൂലമായതും ഏതെന്നും നിർദ്ദേശിക്കുന്നു. എന്തിലൂടെയാണ് പരലോകത്ത് ഉപദ്രവവും ഉപകാരവും ലഭിക്കുക എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ പരലോകത്ത് കൺമുന്നിൽ നിർത്തുകയും ഹൃദയത്തിൻ്റെ കിബിലയാക്കുകയും അവിടെയുള്ള നൃത്തത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്താൽ അതിലേക്കെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ അവർ പരിശ്രമിക്കും. അവിടേക്കുള്ള പ്രയാണത്തിന് തടസ്സമോ ബുദ്ധിമുട്ടോ വരുന്ന കാര്യങ്ങളിൽ നിന്ന് അതിനെ അവർ ശുദ്ധീകരിക്കും. അവർ പ്രവർത്തിച്ചാൽ സൂക്ഷ്മതയുള്ളതായി അള്ളാഹു അതെല്ലാം സൂക്ഷ്മമായി അറിയും. അവരുടെ ഓരോ ചെയ്തിയും അവൻ അറിയാതെ പോവുകയില്ല. അത് അവൻ പാഴാക്കുകയോ അവഗണിക്കുകയോ ചെയ്യില്ല. അവർക്ക് അവൻ ത്യാഗപരിശ്രമങ്ങളെ നിർബന്ധമാക്കും. ഒരു അടിമയ്ക്ക് തന്നെ ആത്മവിചാരണ നടത്താനുള്ള അടിസ്ഥാന ആശയമാണ് ഈ ആയത്തുകളിൽ പറയപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അവനെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ അവനും അള്ളാഹുവിനെ പോലെ അവനെ സ്വന്തമായി വിലയിരുത്തണം. വല്ല പിഴവും കണ്ടാൽ വേരോടെ അതിനെ ഒഴിവാക്കണം, പിഴുതുകളയണം. അതിലേക്കെത്തിക്കുന്ന കാരണങ്ങളെ ഒഴിവാക്കണം. ആത്മാർത്ഥമായി പശ്ചാത്താപിക്കണം. അള്ളാഹുവിൻ്റെ വല്ല കൽപ്പനകളിലും വീഴ്ച വന്നതായി അവൻ്റെ കാര്യത്തിൽ അവൻ കണ്ടാൽ ആ രംഗത്ത് പരിശ്രമിക്കാനും തന്നെ പരിശോഭിക്കാനും പൂർണ്ണതയിലെത്താനും അവൻ തൻ്റെ രക്ഷിതാവിനോട് സഹായം തേടണം. തൻ്റെ വീഴ്ചകളും അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണെന്ന് അവൻ മനസ്സിലാക്കണം. തീർച്ചയായും അവന് ലജ്ജയുണ്ടാകും, സംശയമില്ല. ഇത്തരം കാര്യങ്ങളിൽ അടിമ അശ്രദ്ധ കാണിക്കുക എന്നത് എല്ലാ നിലക്കും അവൻക്കൊരു നഷ്ടമാണ്. അവൻ അള്ളാഹുവിനെ മറന്ന ഒരു ജനതയെപ്പോലെയാകും. അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അവനുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ നിന്നും അശ്രദ്ധമാകും. തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്കും ഇച്ഛകളിലേക്കും തിരിഞ്ഞു അതുമൂലം അവർ ഒരു നേട്ടവും കൈവരിക്കില്ല. മറിച്ച് അള്ളാഹു അവരുടെ തന്നെ നന്മകളെ മറപ്പിച്ച് കളഞ്ഞു അതിനുണ്ടാകാവുന്ന ഗുണങ്ങളിൽ നിന്നും അവൻ അവരെ അശ്രദ്ധരാക്കും. അങ്ങനെ അവരുടെ കാര്യം അതിരു കവിഞ്ഞതായി തീർക്കും. ഇരുലോകത്തും അവർ നഷ്ടത്തിലേക്ക് മടങ്ങും. പരിഹരിക്കാൻ പറ്റാത്ത, കണ്ടെത്താൻ കഴിയാത്ത വഞ്ചനയിൽ അകപ്പെട്ട് കാരണം അവർ ദുർമാർഗികളായിത്തീരും. അവർ അവരുടെ സൃഷ്ടാവിനെ അനുസരിക്കാത്തവരായി തിന്മയിൽ മത്സരിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നവർ, നാളേക്കെന്തുണ്ടെന്ന് നോക്കുന്നവർ അങ്ങനെ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിന് അർഹരാവുകയും രക്തസാക്ഷികൾക്കും സത്യസന്ധർക്കും പ്രവാചകന്മാർക്കുമൊപ്പം സുരക്ഷ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുകയും അവനുള്ള കടമകളെ വിസ്മരിക്കുകയും അങ്ങനെ ഇഹലോകത്ത് ദൗർഭാഗ്യമടക്കുകയും പരലോകത്ത് ശിക്ഷയ്ക്ക് അർഹനാവുകയും ചെയ്തവരും ഒരുപോലെയാണോ?
ആദ്യം പറഞ്ഞവർ വിജയിച്ചവരാണ്, അവസാനം പറഞ്ഞവരാകട്ടെ നഷ്ടക്കാരും. ഇവിടെ ധാരാളം കാര്യങ്ങൾ തൻ്റെ അടിമകൾക്കായി അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അവൻ്റെ മഹത്വ ഗ്രന്ഥത്തിലൂടെ അവരോട് കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ വിളിയിലേക്ക് തൃപ്തിപ്പെടാനും അതിനവരെ പ്രേരിപ്പിക്കാനും നിർബന്ധിക്കുന്നതാണിതെല്ലാം. ഉറച്ച പർവ്വതങ്ങൾ പോലുള്ള കാഠിന്യവും ബലവും ഹൃദയത്തിന് ഉണ്ടായിരുന്നാൽ പോലും, കാരണം ഈ ഖുർആൻ അവൻ ഇറക്കിയത് ഒരു പർവ്വതത്തിൻ്റെ മേൽ ആണെങ്കിൽ അത് വിനീതമാകുന്നതും അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. അതായത് അത് ഹൃദയത്തിൽ ചെലുത്തുന്ന സ്വാധീനത്താൽ ഖുർആനിൻ്റെ ഉപദേശങ്ങൾ എല്ലാം നിലയ്ക്കും. മഹത്തായ ഉപദേശങ്ങൾ തന്നെ. ഖുർആനിൻ്റെ കൽപ്പനാവിരോധങ്ങൾ ഉൾക്കൊള്ളുന്ന ഓരോ വിധിയിലും അതിനോട് ബന്ധപ്പെട്ട പല നന്മകളും ഉണ്ട്. അതാവട്ടെ മനസ്സുകൾക്ക് ആശ്വാസമുള്ളതാണ്, ശരീരങ്ങൾക്ക് ഏറെ എളുപ്പമുള്ളതും ബുദ്ധിമുട്ടുകളെ ഇല്ലാത്തതും പ്രയാസരഹിതമാക്കുന്നതും ക്ഷീണം വരുത്താത്തതും എല്ലാ കാലത്തേക്കും ദേശത്തേക്കും ഉചിതമായതും എല്ലാവർക്കും അനുയോജ്യമായതുമാണ്. ഖുർആനികാശയങ്ങളെക്കുറിച്ചുള്ള ചിന്തയേക്കാളും പഠനത്തെക്കാളും ഒരടിമക്ക് പ്രയോജനകരമായി മറ്റൊന്നുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ തെളിയിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഒട്ടേറെ അതിവിശിഷ്ട നാമങ്ങളെ ഉൾക്കൊള്ളുന്നു. അവൻ്റെ ഉന്നതമായ വിശേഷണങ്ങളും മഹത്വവും ഉദാത്തമായ പ്രമാണങ്ങളെയും ഉൾക്കൊള്ളുന്നു. അള്ളാഹു അറിയുന്നു. അള്ളാഹു ആരാധിക്കപ്പെടേണ്ടവൻ അവനല്ലായ യാതൊരു ആരാധനവുമില്ല. മഹത്തായ അവൻ്റെ പൂർണ്ണത, സമ്പൂർണമായ അവൻ്റെ നന്മ, സമഗ്രമായ അള്ളാഹുവിൻ്റെ നിയന്ത്രണം എന്നിവയാലാണത്. അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യരും നിരർത്ഥരാണ്. ചെറിയ രംശം പോലും ആരാധനയ്ക്ക് അവർക്ക് അർഹതയില്ല. കാരണം അവർ ആവശ്യക്കാരാണ്, അശക്തരാണ്, യാതൊന്നും തങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപമപ്പെടുത്താത്തവർ. പിന്നീട് തൻ്റെ അറിവിനെക്കുറിച്ച് പറയുന്നു. സൃഷ്ടികൾക്ക് ദൃശ്യമായതും അദൃശ്യമായതും അവൻ അറിയും. അവൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്. എല്ലാ ജീവനുള്ളതിലേക്കും അവനെത്തും. സൂറത്തുൽ ഹശ്റിലൂടെ അള്ളാഹു തരുന്ന സന്ദേശങ്ങളാണ് നാം ഇന്ന് കേട്ടത്. ദിവസവും സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകൾ പതിവാക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം. എല്ലാവർക്കും ആയത്തുകൾ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.